നമ്മൾ യൂസ് കാർ തുടങ്ങിയിട്ട് ഇങ്ങനെ യാർഡായി തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 3 വർഷമായി. നല്ല വിലകൾ കുറച്ചതുകൊണ്ടിട്ട് ഓരോരോ വീഡിയോ ഇടുമ്പോഴും വണ്ടികൾ പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ നല്ല വില കുറവുണ്ട്. നേരെ ഓലപ്പിടിക വിസ്മി യൂസ് കാറിലേക്ക് വന്നോളി. ഓഫർ കൊടുത്തൂടെ? നല്ല വില കുറച്ച് ഓഫർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് വാഹനങ്ങൾക്ക് പരിചയപ്പെടാം. ഹ്യുണ്ടായിന്റെ i20 ഡീസൽ 2010 160 കൊടുക്കാം. 160 കൊടുക്കാം. ഇത് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയല്ലേ? 20 മൈലേജ് കിട്ടും. അടുത്ത വണ്ടി ഹ്യുണ്ടായിന്റെ പെട്രോള്. ഇത് 5 വർഷത്തെ പേപ്പർ എടുത്ത വണ്ടിയാണ്. പെട്രോളാണ്, ഫുൾ ഓപ്ഷനാണ്. ഇത് വെറും 140 ഫൈനൽ വില. ഇത് 1.5 ചോദിക്കുന്നത്, 10 രൂപ കുറച്ചതാണ്. ഇത് 2002 മോഡല് 7 സീറ്റർ ബലോറ. നല്ല വണ്ടി, 4 ടയറ് പുതിയത്. ഇതൊരു പാർട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. നമുക്ക് ഒരു 1.25 കിട്ടിയാൽ കൊടുക്കാം. ഒരു 1.70 ഫൈനലിന് കൊടുക്കാം. നല്ല വണ്ടിയാണ്. നല്ല സീറ്റ് കവറും ടയർ 4 പുതിയത്, എല്ലാ ഭാഗം ഓക്കെ ഉള്ള വണ്ടിയാണ്. പാച്ച് വർക്കില്ല. ഇത് 2004 മോഡല് കോളീസ, സെൻട്രലൈസ് ഒക്കെ ഉള്ള നല്ല ക്ലിയർ വണ്ടിയാണ്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു പാർട്ടി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഇത് നമ്മൾ 2.70 ചോദിക്കുന്നത്. വണ്ടിൻ്റെ ക്വാളിറ്റി അത്രയുണ്ട്. അടിപൊളി വണ്ടിയാണ്. ലാസ്റ്റ് എത്ര രൂപ കൊടുക്കാം? ഒരു 2.60 കൊടുക്കാം. 2.60 ലാസ്റ്റ് കൊടുക്കാം. 10 രൂപ പെരുന്നാളിൻ്റെ ഓഫർ. അടുത്ത ഈ വണ്ടിയോ? 2002 പച്ച കോളീസ്. ഉള്ളിലെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ പുതിയതാണ്. ഇത് 1.70 കൊടുക്കാം. 1.70 ലാസ്റ്റ് നമുക്ക് കൊടുക്കാം. ഇതിലൊക്കെ ലോൺ ഇടാൻ പറ്റുമോ? ഇതിന് ലോൺ കിട്ടൂല. ആൾട്ടോണ് ജനപ്രിയ, എല്ലാവർക്കും ചെറിയ ബഡ്ജറ്റിൽ കൊണ്ടുപോകാം. വീട്ടുകാരൊക്കെ ഇവിടെ ഡെയിലി വിൽക്കണ വണ്ടി. 2010 LXI വെറും 90,000 രൂപ. അടുത്ത വണ്ടി 2008 പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. ഇതൊരു ഉറുപ്പ്യാണ് ചോദിക്കണത്. ചെറുതായിട്ടൊക്കെ ഒരു 5 രൂപ കുറച്ച് കൊടുക്കാം. 95 കൊടുക്കാം. 95,000 രൂപ കൊടുക്കാം. ഈ വണ്ടി അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയല്ലേ? നല്ല കണ്ടീഷനാണ്. പേപ്പർ ഒക്കെ ഫിറ്റാ. ഇത് 2012 കേട്ടണ. ഇത് നമുക്ക് 1.50 ചോദിക്കണത്. എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഇവിടെ കച്ചവടത്തിന് വരുമ്പോൾ കുറച്ച് കൊടുക്കാം. ഫുൾ കണ്ടീഷൻ വണ്ടി. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ഇതെല്ലാവരും ചോദിക്കണ ഒരു ഓട്ടോമാറ്റിക്കാ. 16 സെലോറിയ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർഷിപ്പ്. അത്യാവശ്യം നല്ല വണ്ടി, നല്ല വൃത്തിയൊക്കെ വണ്ടിയാണ്. ഇത് നമുക്ക് വെറും 3 ലക്ഷം രൂപ കൊടുക്കാം. ZXi 3 ലക്ഷം രൂപ കൊടുക്കാൻ മെയിൻ ഗ്ലാസും ബോണറ്റും റീപ്ലേസ് ഉണ്ട്. അതിനെ കൊണ്ടാണ് വില. ടയറൊക്കെ പുതിയതാ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എപ്പോഴും പോണ വണ്ടിയാണ്. ഇത് ചെറിയ ക്ലെയിം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് മാറ്റാനുള്ള കാരണം. ബാക്കിയെല്ലാം ഹിസ്റ്ററിയൊക്കെ കറക്റ്റ് ആയിരിക്കും. 1.30 ഓടിക്കണേ. 1.30 ഓടിയുണ്ട്. പിന്നെ 3 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് കാർ എവിടെയും കിട്ടൂല. കിട്ടാൻ സാധ്യത. ആ വിലക്ക കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റുമോ? ഇത് ലോൺ കിട്ടും. ഇതില് ചിലപ്പോ ആണെങ്കിൽ 3 ലോൺ കിട്ടും. 2.5 എന്തായാലും കിട്ടും. 2.5 ലോൺ കിട്ടും. അടുത്ത് റിന്യൂവലൊക്കെ കഴിഞ്ഞ MPFI സെന്റ്. ഇത് 75 രൂപ കൊടുക്കാം. 75 രൂപ. പുതിയ ടാക്സ് അടച്ചിക്കണേ. റിന്യൂവലൊക്കെ 2026 ടാക്സ് അടച്ചിക്കണേ. ഇത് ചെറിയ വീട്ടിലുപയോഗത്തിനും പഠിക്കണവർക്കൊക്കെ 5 കൊല്ലത്തെ പേപ്പറൊക്കെ എടുത്ത് ഒരു പെട്രോൾ തന്നെ വെറും 50 രൂപ കൊടുക്കാം. ഇതൊക്കെ ഫൈനൽ വിലയാണ്. 50 വില കുറച്ച വിലയാണ്. ഇത് ഡീസലിന്റെ ബീറ്റ് 12 മോഡല് 90,000 രൂപ. വേറെ പ്രശ്നങ്ങളും കാര്യമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യം എന്തോ? ഡീസൽ വണ്ടിയാ. ഡീസൽ വണ്ടി റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. 90,000 രൂപയ്ക്ക് ഡീസൽ കാർ, ഫുൾ കണ്ടീഷൻ, നല്ല വണ്ടി. ഇത് പിന്നെ അടിപൊളി വണ്ടിയാണ്. ഏറ്റവും എയർ ബാഗ് വരുന്ന ഫിഗോ അല്ലേ? ഇത് 1,40,000 രൂപ. 2011 1,40,000 രൂപയ്ക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ നല്ല ഡീസൽ കാർ. 2011 അല്ലേ? എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് വണ്ടി. അലൈവിയിലുണ്ട്. നല്ല പുതിയ മോഡലാണ്. 2011 ഡാഷ്ബോർഡിനൊക്കെ വേറെ കളർ വരുന്ന വണ്ടിയാണ്. ബീച്ച് കളർ. അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടി. 22 മൈലേജ് കിട്ടും. 22 മൈലേജ് കിട്ടും. നല്ലൊരു വണ്ടി കേട്ടോ. എത്ര രൂപ ലാസ്റ്റ് പറഞ്ഞത്? 1.40. 1.40. ഇതിൽ ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്ക്? ലോണ് ചില സമയത്ത്
ഉറുപ്പ്യൊക്കെ ശ്രീരാമ ഫിനാൻസ് കിട്ടും, ഉറപ്പ് പറയില്ല. ഇത് ഓമ്നി, 2 ഓമ്നി 2003 നല്ല കിടിലൻ വണ്ടിയാണ്, സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. ഇത് ഫൈനൽ വില 60,000 റുപ്യ. 5 കൊല്ലത്തെ പേപ്പർ ഇപ്പം എടുത്തിക്കണേ. അത് ഇതിനേക്കാൾ മോഡൽ കൂടിയ വണ്ടിയാണ്. ഇത് നമുക്ക് പിന്നെ 50 റുപ്യ കൊടുക്കാം. 50,000 രൂപ കൊടുക്കാം. ചെറിയ സ്കൂട്ടറൊക്കെ കൊണ്ടുപോകാനും പിടിക്കാനൊക്കെ പറ്റും. 50 റുപ്യക്ക് പേപ്പറൊക്കെ പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. റിന്യൂവൽ ഈ വർഷം ലാസ്റ്റ്. മാരുതിന്റെ ഒരു അടിപൊളി വണ്ടികൾ ഇരിക്കുന്നത് ഏതാ? SS4 അടിപൊളി, നല്ലൊരു കണ്ടീഷൻ വണ്ടിയാണ് കാണുന്നത്. വൃത്തിയൊക്കെയുള്ള വണ്ടി, വെൽ മൈൻ്റനൻസ് ഉള്ള വണ്ടിയാണ്. അലൈവിയില് എയർ ബാഗ് ഇല്ല. ഇത് 1.30 കൊടുക്കാം. 1.30 കൊടുക്കാം. 2007 ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഇത് ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഇത് 4 ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടിയാണ്. എന്നാൽ അത്യാവശ്യം അടിപൊളി വണ്ടി തന്നെ കേട്ടത്. ടൊയോട്ടന്റെ ഇത് നല്ല എപ്പോഴും എൻക്വയറിയുള്ള വണ്ടിയാണ്. ഡീസൽ ടാക്സി ആയിട്ട് ഓടാനൊക്കെ എല്ലാവരും കൊണ്ടുപോകും. 15 മോഡലാണ്. ഇത് 4.20 ചോദിക്കുന്നത്. 10 റുപ്യ പെരുന്നാളിന്റെ ഓഫറിൽ കുറച്ച് കൊടുക്കാം. ഇതിന് ലോൺ കിട്ടോ? ലോൺ കിട്ടും. 3 ലോൺ കിട്ടും. 3 ലോൺ കിട്ടും. ഇത് വിന്റേജ് വണ്ടി ആവശ്യപ്പെടുന്നവർക്ക് നല്ലൊരു വണ്ടിയാണ്. അംബാസഡർ അത്യാവശ്യം കണ്ടീഷനൊക്കെ ഉള്ള വണ്ടിയായിരിക്കും. എല്ലാ പേപ്പറും 5 കൊല്ലം. 2002 മോഡല് സ്ട്രൈഡ് എഞ്ചിന്. ഇത് ഫൈനൽ വില 80 റുപ്യ. ഇൻഷുറൻസ് ടാക്സ് ഒക്കെ പുതിയ ഇൻഷുറൻസും ടാക്സ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി അംബാസഡർ. ആഗ്രഹിക്കില്ല, ഒരു പാച്ച് വർക്ക് ഒന്നുമില്ല. ഒറ്റ അംബാസഡർ ഉള്ളൂ. 80 റുപ്യ കൊടുക്കും. 80,000 രൂപയ്ക്കാണ് വില കുറച്ച് ചോദിക്കരുത്. ഓക്കെ, ഇനി വില ചോദിക്കരുത് അല്ലേ? ഇല്ല, നമ്മൾ കുറച്ചതാണ്. അവിടെ 1 റുപ്യ ചോദിച്ചിരുന്നത്. ഇത് 2008 മോഡല് ഷിഫ്റ്റ് പെട്രോള് PXI. ഇത് 1.40. ഇത് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം 5 കൊല്ലം എടുത്തേക്ക്. 5 കൊല്ലത്തേക്ക്. ഒരു VXI വണ്ടിയാണ്. 14-15 വണ്ടി. 2011 മോഡലാ വണ്ടി. ഇത് ഡീസൽ വണ്ടിയാ. ഇത് 90,000 റുപ്യ കൊടുക്കാം. 1 റുപ്യ ചോദിക്കണത്. 10 റുപ്യ പെരുന്നാളിന്റെ വലിയ പെരുന്നാളിന്റെ ഓഫർ. ഏത് കമ്പനി വണ്ടിയാ ഇത്? ചവർലൈറ്റിന്റെ ബീറ്റ്. 25 മൈലേജ് കിട്ടും. 25 മൈലേജും കിട്ടും. നല്ല കണ്ടീഷൻ വണ്ടി. ഇത് ടാറ്റന്റെ വിസ്റ്റ എന്ന് പറഞ്ഞ വണ്ടി. ഷിഫ്റ്റിന് ഇഞ്ചൻ വരുന്ന വണ്ടിയാണ്. കോട്ടർ ജെറ്റ് ഇഞ്ചൻ. ഇത് 1 റുപ്യ കൊടുക്കാം. 2011 എയർ ബാഗ് ഒക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടി. (2005) മോഡലാണ്. പക്ഷെ വണ്ടി 2015 കണ്ടീഷൻ ഉണ്ട്. ഹോണ്ട സിറ്റിയാ. വെറും 90,000 റുപ്യക്ക് 5 കൊല്ലത്തെ പേപ്പറൊക്കെ എടുത്ത വണ്ടി നമുക്ക് കൊടുക്കാം. ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആൾട്ടോന്റെ പ്രൈസിന് നമുക്ക് ലക്ഷറി വണ്ടി കൊടുക്കും. 90 റുപ്യക്ക് ഹോണ്ട സിറ്റി. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം 5 കൊല്ലം എടുത്തിട്ട്. എല്ലാം 5 വർഷത്തേക്ക് എടുത്ത ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ. ഇവര് കഴിഞ്ഞ ആഴ്ച എടുത്ത 2010 മോഡല് പിന്നെ പുതിയ മോഡല് വേഗണർ. ഇത് ഫൈനൽ പ്രൈസ് 1.80. 1.80 വെച്ചാൽ 23,000 റുപ്യ ചിലവാക്കിയിട്ട് റിന്യൂവൽ ഇപ്പം എടുത്തതാണ്. ടാക്സ് ഇൻഷുറൻസ് എല്ലാം പുതിയത്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വണ്ടി. ഓക്കെ, വേഗണർ നല്ല നീറ്റ് വണ്ടി ആട്ടത്. 2007 മോഡലാ. സിംഗിൾ ഓണർഷിപ്പാ. 1 റുപ്യ കൊടുക്കാം. നല്ല വണ്ടി. ജെന്യൂൻ ഒരു പാർട്ടിക്ക് ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ വേഗണർ. ഒരു 1 ലാഖിന്റെ വേഗണർ. നമ്മളിത് വീണ്ടും ഒരു സെന്ന് കാണുന്നത്. അടിപൊളി സെന്നാണ്, നല്ല കളറായിട്ടുള്ള. ഇത് ഡീസലാണ്. ഒരു ചെറിയ പൈസക്ക് കൊടുക്കാം. ഒരു 60,000 റുപ്യക്ക് ഡീസൽ തന്നെ. അതിൽ 9,700 പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. ഇനി പാർട്ടിയാണ് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഇവിടെ 50 റുപ്യ തന്നാൽ മതി. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. തട്ടുമുട്ട് പാച്ചർക്ക് ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. നല്ല കളറ്. ഡീസൽ തന്നെ. 25 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പുള്ള ഡീസലിൻ്റെ മൈക്ര. സിംഗിൾ ഓണർഷിപ്പ്. 1 മേലെ ഓടിക്കണേ. നല്ല വണ്ടിയാണ്. ഫാൻസി നമ്പറാണ്. തട്ടുമുട്ടൊന്നുമില്ല. AC ഒക്കെ നല്ല തണുപ്പുണ്ട്. ബട്ടർ സ്റ്റാർട്ടാണ്. ഇത് 2 ലക്ഷം റുപ്യ ചോദിക്കുന്നത്. 10,000 റുപ്യ ഇപ്പോൾ ഈ പെരുന്നാളിൻ്റെ ഓഫർ കൊടുക്കാം. പിന്നെ വില കുറച്ച് ചോദിച്ചാൽ കൊടുക്കൂല. എല്ലാം ഏകദേശം കറക്റ്റാണ് നമ്മൾ വില പറയണത്. നല്ല നീറ്റ് മൈക്രാട്ടത്. ഡീസൽ വണ്ടിയാണ്. 25-24 മൈലേജ് കിട്ടും. 24-25 മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. ഫുൾ ഓപ്ഷൻ. 1.90.
ഫൈനൽ പ്രൈസ്. അതെന്താ ഇന്നോവ ഇവിടെ സൈഡ് ആക്കിട്ട് കൊടുക്കാനാണോ? പുറത്തിട്ടിക്കണ വെച്ചാല് ഇത് ഇന്നലെ രാത്രി തുറന്നിട്ടുള്ളൂ. ഇത് നല്ല വണ്ടിയാ, 2006 വി മോഡല്, നല്ല ഫാൻസി നമ്പർ ആണല്ലോ. ഫാൻസി നമ്പറാ. നമ്മള് 3 ഉറുപ്പ്യാണ് ചോദിക്കണത്. കച്ചവടത്തിന് ഇരിക്കുമ്പോൾ ഒരു വെൽ മെയിൻ്റനൻസാ. ഇന്നലെ തൃശ്ശൂരിന്ന് ഞാൻ ഓടിച്ചു കൊടുന്ന നല്ല LCD ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്. സർവീസ് ഒന്നും ആക്കിയിട്ടില്ല, പക്ഷെ ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പുറത്തിട്ടതാ. ഒന്നുമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസാ. മെയിൻ ക്ലാസ് പിന്നെ ഒറിജിനൽ ടൈപ്പ് ഓവർ ആക്കിയിട്ടില്ല. എത്ര രൂപ നമുക്ക് ലാസ്റ്റ് കൊടുക്കുന്നത്? 290 കൊടുക്കാം. ചോദ്യം 3 ഉറുപ്പ്യാണ്, 10,000 ഉറുപ്പ്യ നമുക്ക് കുറച്ച് കൊടുക്കാം. അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഇന്നോവ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു ഒരു ലോ ബഡ്ജറ്റ് തന്നെ നല്ലൊരു ഇന്നോവ ആണ് കിടക്കുന്നത്. നല്ല വൃത്തി ഉള്ളൊക്കെ നല്ല വി ആണ്. കേരള വണ്ടി കേട്ടോ, കേരള വണ്ടി അല്ല. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. ഇൻഷുറൻസ് തീരാൻ 15 ദിവസം ഉള്ളൂ. 15 ദിവസം. അത് നമ്മൾ എടുത്തു കൊടുക്കാം അല്ലേ? ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് സേർട്ടിലൂടെ കിട്ടുള്ളൂ. സേർട്ടിലൂടെ കിട്ടുള്ളൂ. 1.5 കിട്ടും. 1.5 കിട്ടുള്ളൂ. ചെറിയ വിലക്കുള്ള യൂസർ കാർഡാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഇതുപോലത്തെ ഒരുപാട് നല്ല കണ്ടീഷൻസ് വണ്ടികൾ എപ്പോഴും ഈ ഒരു യാർഡിൽ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വണ്ടികൾ ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കാനുള്ള നമ്പറാണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. സ്ഥിരമായി വാഹനങ്ങൾ സെയിൽ ചെയ്യുന്ന ഈ യാർഡ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. താനൂരിനും പരപ്പനങ്ങാടിക്കും ഇടയിൽ ഓലപ്പീടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ യാർഡ് സ്ഥിതി ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വണ്ടികൾ ആവശ്യമുള്ള ആൾക്കാർ ഉടനെ തന്നെ ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.